ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. തിരുവനന്തപുരത്ത് പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി സെല്ലിലുള്ളവരെ മോചിപ്പിക്കാൻ ശ്രമിച്ച സർക്കിൾ ഇൻസ്പെക്ടറെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ CI യഹിയാണ് കസ്റ്റഡിയിൽ എടുത്തത്. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലാണ് നാടകീയ രംഗങ്ങൾ നടന്നത്. അഷിൻ ഡിയാഗോ വിവരങ്ങൾ നൽകും. അഷിൻ, ഇതെന്താണ് ഇങ്ങനെ ഒരു സംഭവം? ഒരു CI ഇത്തരത്തിൽ സ്റ്റേഷനിൽ കടന്നു വന്ന് ഇത്ര ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കേണ്ട സാഹചര്യം എന്താണ്? ഇയാൾ ആരെ മോചിപ്പിക്കാനാണ് ശ്രമിച്ചത്? എന്തായിരുന്നു ഈ CIക്ക് ഇത്ര വ്യക്തിപരമായ ഒരു താല്പര്യം ഈ വിഷയത്തിൽ? ഷിഹാസ്, ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലാണ് ഈ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയിട്ടുള്ളത്. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ CI യഹിയാണ് ഇത്തരത്തിൽ നെടുമങ്ങാട് സ്റ്റേഷനിലേക്ക് എത്തി അവിടെ പ്രശ്നമുണ്ടാക്കി, അതിക്രമിച്ച് കയറി പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്. ആ സമയം അവിടെ ഉണ്ടായിരുന്നത് നെടുമങ്ങാട് സ്റ്റേഷനിലെ SI അടക്കമുള്ളവരാണ് അവിടെ ഉണ്ടായിരുന്നത്. സെല്ലിൽ കിടന്ന 2 പേരെ പുറത്തേക്ക് ഇറക്കി വിടണം എന്നുള്ളതായിരുന്നു ഈ CIയുടെ ആവശ്യം. ഈ യഹ്യ പറഞ്ഞത് ഈ രണ്ടുപേരും തനിക്ക് അറിയാവുന്നവരാണ്, തന്റെ ബന്ധുക്കളാണ്, അവരെ പുറത്തേക്ക് വിടണം എന്നുള്ളതായിരുന്നു ഇയാളുടെ ആവശ്യം. പക്ഷേ നെടുമങ്ങാട് പോലീസ് അതിന് സമ്മതിക്കുന്നില്ല. തുടർന്ന് ഇയാൾ ഈ സെല്ല് തുറന്ന് അകത്തേക്ക് കയറി ഇവരെ സ്വമേധയാ മോചിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് നെടുമങ്ങാട് പോലീസ് ഇയാളെ തടയുന്നു. അതിനുശേഷം ഇയാൾ ഈ സെല്ലിനുള്ളിൽ കയറി കിടന്നുകൊണ്ട് വലിയ തരത്തിൽ ഈ ഉദ്യോഗസ്ഥരെയൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മദ്യലഹരിയിലാണ് ഈ CI ആയിട്ടുള്ള യഹ്യ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, സംശയാസ്പദമായ സാഹചര്യത്തിൽ നിന്ന് 2 പേരെ നെടുമങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പനവൂർ മേഖലയിൽ നിന്നാണ് നെടുമങ്ങാട് പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇവരെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ യഹ്യ നെടുമങ്ങാട് സ്റ്റേഷനിലേക്ക് എത്തി ഈ ഒരു അതിക്രമം നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ CI നിലവിൽ ഇപ്പോൾ നെടുമങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഇയാളെ നെടുമങ്ങാട് ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി എത്തിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ ഇയാളെ തിരിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും, അവിടെ കസ്റ്റഡിയിൽ രേഖപ്പെടുത്തും എന്നുള്ളതാണ് അറിയുന്നത്. അതിനുശേഷം വകുപ്പ് തല നടപടിക്കുള്ള സാധ്യത കൂടി ഉണ്ട്. കാരണം ഇയാളുടെ സ്റ്റേഷൻ പരിധിയല്ല, ഈ CIയുടെ സ്റ്റേഷൻ പരിധിയിൽ വരുന്ന ഇടമല്ല നെടുമങ്ങാട് സ്റ്റേഷൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരൻ സ്റ്റേഷനുള്ളിൽ കയറി കാണിക്കുന്ന അതിക്രമം അതേ രീതിയിലുള്ള നിയമ നടപടിക്ക് തന്നെയാണ് സാധ്യതയുള്ളത്. മാത്രമല്ല, ഇതൊരു പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ മദ്യലഹരിയിൽ മറ്റൊരു പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി അവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കൃത്യനിർവഹണം പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇയാൾക്കെതിരെ കടുത്ത നടപടിക്കുള്ള സാധ്യത തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ റൂറൽ സ്പീഡിൽ ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിക്കുള്ള സാധ്യതയുണ്ടെന്ന് 1 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇയാൾ മദ്യലഹരിയിലാണ് ഈ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത്. അവിടെ വലിയ തരത്തിൽ മറ്റ് പോലീസ്, അവിടെ നമുക്കറിയാം നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒരു റൂറൽ ഏരിയയിലുള്ള പോലീസ് സ്റ്റേഷൻ. അതുകൊണ്ട് തന്നെ ഒട്ടനവധി ആളുകൾ അവിടേക്ക് വരുന്ന ക്രൈം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. വലിയൊരു പരിധിയാണ് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അവിടെ അത്രയും തിരക്കുള്ള ഒരു സമയത്ത് ഒരു CIയുടെ നേതൃത്വത്തിൽ തന്നെ അവിടേക്ക് എത്തി വലിയ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, പോലീസുകാരെ അതിക്രമിക്കുന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ച് കയറി ലോക്കപ്പ് തുറന്ന് സെല്ലിൽ കിടക്കുന്ന 2 പ്രതികളെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. പിന്നീട് പോലീസ് തടയുന്നതോടുകൂടി ഇയാൾ തന്നെ സെല്ലിനുള്ളിൽ കയറി കിടന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നു. അത്യന്തം നാടകീയമായ സംഭവങ്ങളാണ് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ അരങ്ങേറിയിട്ടുള്ളത്. ഷിഹാസ. ശരി അഷിൻ, തിരുവനന്തപുരത്താണ് ഈ സംഭവം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ച് കയറുന്നു, അതും മദ്യലഹരിയിൽ. എന്നിട്ട് സെല്ലിലുള്ള ആളുകളെ മോചിപ്പിക്കണമെന്ന് പറയുകയാണ്. എന്നിട്ട് അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ CI യഹിയാണ് ഈ പ്രശ്നക്കാരൻ. വകുപ്പ് തല നടപടിയൊക്കെ ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത.